ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സാഗർ കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചങ്ങനെ ഓണാഘോഷ പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും വളരെ ഒത്തൊരുമയോടെയും സന്തോഷത്തിൻ്റെയും നിറവിൽ ഓണം അങ്ങനെ ആഘോഷിക്കാനായി തീരുമാനിക്കുകയാണ്. ആദ്യം തന്നെ സാഗറും കൃപയും കൃഷും കൺമണിയും എല്ലാവരും കൂടി ചേർന്നിരുന്ന് മുറ്റത്തങ്ങനെ ഓണപ്പൂക്കളം ഒരുക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷകരമായി ഓണപ്പൂക്കളം ഇടുന്ന സമയത്ത് സാഗറാണെങ്കിൽ വളരെ റൊമാൻറ്റിക്കായി സുജുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഒരു പൂവെടുത്ത് സുജുവിൻ്റെ തലയിൽ അങ്ങനെ സാഗർ ചൂടിക്കൊടുക്കുന്നുണ്ട്. സാഗർ അങ്ങനെ സുജുവിന് പൂ ചൂടിക്കൊടുക്കുന്നത് കൺമണിയും കൃപയും കാണുകയാണ്. അവരപ്പം തന്നെ ആ രംഗം കൃഷ്ണനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവര് എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുകയാണ്. പിന്നീട് പൂക്കളം ഒരുക്കിയതിന് ശേഷം ചുറ്റും അങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. കൃഷ്ണൻ എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട്, അച്ഛൻ നോക്കിക്കോ, ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ തൂക്കിയിരിക്കുമെന്ന് പറയാണ്. അങ്ങനെ അത് ഏറ്റുപിടിച്ചുകൊണ്ട് സാഗറും കൃഷും കൈ കൊടുക്കുകയാണ്. അതിനുശേഷം എല്ലാവരും കൂടി ചേർന്ന് ഓണസദ്യ എല്ലാം തയ്യാറാക്കുന്നുണ്ട്. സ്വാദിഷ്ടമായ ആ ഓണസദ്യ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ എല്ലാവരും അങ്ങനെ കഴിക്കുകയാണ്. പിന്നീട് സാഗർ അങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട്, അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അയൽപ്പക്കത്തുള്ളവരോട് അസൂയ കാണിച്ചാലും അപ്പനും അമ്മയോടും അസൂയ കാണിക്കാൻ പാടില്ല. അങ്ങനെ അസൂയ കാണിക്കരുത് എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ടെന്ന് സാഗർ അങ്ങനെ പറയുമ്പോൾ കൺമണി ഏറ്റുപിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഞങ്ങളാരും ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് അങ്ങനെ പറയാണ്. സാഗറാണെങ്കിൽ നിന്നിടത്ത് നിന്നങ്ങനെ ഉരുളുന്നുണ്ട്. പിന്നീട് ഋഷുവും കൺമണിയും മഹാബലിയും വാമനനുമായി വേഷം ധരിക്കുന്നുണ്ട്. അങ്ങനെ അവരെ രണ്ടുപേരും വേഷം കിട്ടി വരുന്നത് കണ്ട് സാഗറും കൃപയും സുജുവും ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. അവർക്കെല്ലാവർക്കും അത് കണ്ട് ഒരുപോലെ ഇഷ്ടമാവുന്നുണ്ട്. അങ്ങനെ അവരാ വേഷം കെട്ടിയതിൽ അവർക്ക് സമ്മാനവും കിട്ടുന്നുണ്ട്. സമ്മാനവും വാങ്ങിച്ചു കൊണ്ടുവന്ന് കൃഷും കൺമണിയും അവരോട് അങ്ങനെ പറയുകയാണ്. എല്ലാവരും തന്നെ അവരെ അങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷ അപ്പോൾ സാഗറിനോട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ ഭാഗ്യമല്ല അച്ഛാ, ഓണമായിട്ട് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നത് എന്ന് പറഞ്ഞ് കൃഷ തൻ്റെ കയ്യിലുള്ള ഒരു ട്രോഫി അവർക്കങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഓണാഘോഷം പൊടി പൊടിച്ച് സമ്മാനം വാങ്ങിച്ചതിൻ്റെ സന്തോഷത്തിൽ കൃഷും കൺമണിയും കൃപയും സാഗറും സുജുവും എല്ലാവരും കൂടി ട്രോഫിയും വാങ്ങി പിടിച്ചുകൊണ്ട് ഒരു വണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്ത് സന്തോഷിച്ചു പോവുകയാണ്. പിന്നീട് അവരെല്ലാവരും കൂടി നിന്ന് ഒരു അടിപൊളി സെൽഫി തന്നെ എടുക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ഓണം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡുമായി കാണാം. ഹാപ്പി ഓണം.